ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും BYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 10/2023 അറ്റൻഡർ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 36 ക്വസ്റ്റ്യൻസ് വരെയാണ് ചെയ്തത്. 37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. ഓപ്ഷൻ ബി, ഇടുക്കി. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണേത്? ചെങ്കുളം എന്ന് പറയുന്നത് കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി 1954 വരുന്നത്. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി മുതിരപ്പുഴ. ഏത് നദിയിലാണ്? മുതിരപ്പുഴയിലാണ് ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ഏത്? പള്ളിവാസല്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസല്. 1940 ഇത് വരുന്നത്. ഇടുക്കി ജില്ലയിലാണ്, മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ പദ്ധതിയും സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസല്. പള്ളിവാസൽ സ്ഥിതി ചെയ്യുന്ന നദിയാണ് മുതിരപ്പുഴ. അതും ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? അത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. 1975 ഒക്ടോബർ 4 നിലവിൽ വരുന്നത്. പെരിയാറിലാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി പമ്പ നദിയിലാണ്, പത്തനംതിട്ട ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതിയുള്ള കേരളത്തിലെ നദി പെരിയാറാണ്. നദി പെരിയാർ. ഷോളയാർ ജലവൈദ്യുത പദ്ധതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഷോളയാർ ജലവൈദ്യുത പദ്ധതി തൃശൂർ ജില്ലയിലാണ്, ചാലക്കുടി പുഴയിലാണ്. 38ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന പ്രദേശം. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് നൂറനാട്. നൂറനാട് ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട്. കേരളത്തിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായിട്ടുള്ള പക്ഷി സങ്കേതമാണ് ഏത്? തട്ടേക്കാട്. 1983 തട്ടേക്കാട് വരുന്നത്. എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. താലൂക്ക് ചോദിച്ചാൽ കോതമംഗലം. തട്ടേക്കാട് സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം, താലൂക്ക് കോതമംഗലം. കുക്കു പാരഡൈസ് എന്നറിയപ്പെടുന്നത് തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. എങ്ങനെ അറിയപ്പെടുന്നത്? കുക്കു പാരഡൈസ്. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് കുമരകം പക്ഷി സങ്കേതം. വേമ്പനാട് പക്ഷി സങ്കേതം എന്നും കുമരകം പക്ഷി സങ്കേതം അറിയപ്പെടുന്നുണ്ട്. എന്തൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്? ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നു, വേമ്പനാട് പക്ഷി സങ്കേതം എന്നും അറിയപ്പെടുന്നു. കോട്ടയം ജില്ലയിലാണ്. ഓക്കെ. കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം എന്ന പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാ? കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം എന്ന പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ചൂലന്നൂർ പക്ഷി സങ്കേതം, പാലക്കാട് ജില്ലയിലാണ്. ദേശാടന പക്ഷികളുടെ പർദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് കടലുണ്ടി പക്ഷി സങ്കേതം, മലപ്പുറം ജില്ലയിലാണ്. എന്താണ്? ദേശാടന പക്ഷികളുടെ പർദീസ എന്നറിയപ്പെടുന്നത് കടലുണ്ടി പക്ഷി സങ്കേതമാണ്. അത് മലപ്പുറം ജില്ലയിലാണ്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം, എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 39. ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല. ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ. ഓപ്ഷൻ എ, കണ്ണൂർ. കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം എത്രയാണ്? 580 കിലോമീറ്റർ. കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം എന്ന് പറയുന്നത് 580 കിലോമീറ്റർ ആണ്. ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല ഏതാ? അത് കൊല്ലം. ഏറ്റവും കൂടുതൽ തീരദേശമുള്ളത് കണ്ണൂര്, ഏറ്റവും കുറവ് തീരദേശമുള്ളത് കൊല്ലം ജില്ലയ്ക്കാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചേർത്തലയാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ഏതാണ്? ചേർത്തല. കടൽ തീരമുള്ള ജില്ലകളിൽ ഏറ്റവും വലുത് മലപ്പുറമാണ്. കടൽ തീരമുള്ള ജില്ലകളിൽ ഏറ്റവും വലുതാണ് മലപ്പുറം. കടൽ തീരമുള്ള ജില്ലകളിൽ ഏറ്റവും ചെറുത് ആലപ്പുഴ. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകൾ എത്രണ്ണമാണ്? 5 ജില്ലകളിലാണ് കടൽ തീരമില്ലാത്തത്. ഏതൊക്കെയാണ്? പത്തനംതിട്ട, കോട്ടയം, പാലക്കാട്, വയനാട്, ഇടുക്കി. ഏതൊക്കെ ജില്ലകളിലാണ് കടൽ തീരമില്ലാത്തത്? പത്തനംതിട്ട, കോട്ടയം, പാലക്കാട്, വയനാട്, ഇടുക്കി.
കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ തൃശ്ശൂരാണ്. കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ ആണ് ഇത് തൃശ്ശൂര്. കേരളത്തിലെ തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? കേരളത്തിലെ തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളാണ് ഇൽമനൈറ്റും മോണോസൈറ്റും. ഏതൊക്കെയാണ്? ഇൽമനൈറ്റും മോണോസൈറ്റും. 40ാമത്തെ ക്വസ്റ്റ്യൻ, അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം ഏത്? അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം വെള്ളായണി കായൽ. ഓപ്ഷൻ സി, വെള്ളായണി കായൽ. ശ്രീനാരായണ ട്രോഫി നടക്കുന്നതോ? അത് കന്നേറ്റിക്കായലിലാണ്. ശ്രീനാരായണ ട്രോഫി വള്ളംകളി കന്നേറ്റിക്കായൽ. നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായൽ. ഇന്ദിരാഗാന്ധി ട്രോഫി വള്ളംകളി കൊച്ചി കായൽ. രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി പുളിങ്കുന്ന് കായൽ. പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി അഷ്ടമുടിക്കായൽ. പൊന്നാനി വള്ളംകളി BM കായൽ. ഒന്നുകൂടെ പറയാം. അയ്യങ്കാളി ട്രോഫി വള്ളംകളി വെള്ളായണി കായൽ. ശ്രീനാരായണ ട്രോഫി വള്ളംകളി കന്നേറ്റി കായൽ. നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായൽ. ഇന്ദിരാഗാന്ധി ട്രോഫി വള്ളംകളി കൊച്ചി കായൽ. രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി പുളിങ്കുന്ന് കായൽ. പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി അഷ്ടമുടിക്കായൽ. പൊന്നാനി വള്ളംകളി BM കായൽ. 41ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏത്? കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമളി. അങ്ങനെയെങ്കിൽ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏതാ? അത് വളപട്ടണം. അതായത് ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത് കുമളി, ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ഏതാ? ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറം. ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല വയനാട്. 42ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ആലുവയിൽ. ഓപ്ഷൻ എ, ആലുവ. കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്കുള്ള മികവിന് ആദ്യമായി ഏർപ്പെടുത്തിയ കാർബൺ ന്യൂട്രൽ വിശേഷ പുരസ്കാരം ലഭിച്ചത് മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിനാണ്. കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ കാർബൺ ന്യൂട്രൽ വിശേഷ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിന്. വയനാട് ജില്ലയിലാണ്. 1 കോടി രൂപയായിരുന്നു പുരസ്കാര തുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 43ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? അത് മേപ്പാടി. ഓപ്ഷൻ സി, വയനാട് ജില്ലയിലെ മേപ്പാടിയിലാണ്. കേരളത്തിലെ ആദ്യ കനാൽ ജലവൈദ്യുത കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാ? കേരളത്തിലെ ആദ്യ കനാൽ ജലവൈദ്യുത കേന്ദ്രം നിലവിൽ വരുന്നത് പാലക്കാട് ജില്ലയിലെ കമ്പാലത്തറയിലാണ്. ആദ്യ കനാൽ ജലവൈദ്യുത കേന്ദ്രം നിലവിൽ വരുന്നത് പാലക്കാട് ജില്ലയിലെ കമ്പാലത്തറയിലാണ്. കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാളയത്താണ്. കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? പാളയം, തിരുവനന്തപുരത്ത്. കേരളത്തിൽ പൂർണ്ണമായും സൗരോർജ്ജം ഉപയോഗിക്കുന്ന ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കേരളത്തിൽ പൂർണ്ണമായും സൗരോർജ്ജം ഉപയോഗിക്കുന്ന ആദ്യ ഗ്രാമപഞ്ചായത്ത് പാലക്കാട് ജില്ലയിലെ പെരുമാട്ടി. പാലക്കാട് ജില്ലയിലെ പെരുമാട്ടി ഗ്രാമപഞ്ചായത്താണ് കേരളത്തിൽ പൂർണ്ണമായും സൗരോർജ്ജം ഉപയോഗിക്കുന്ന ആദ്യ ഗ്രാമപഞ്ചായത്ത്. 44ാമത്തെ ക്വസ്റ്റ്യൻ, ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ പാളി. ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ പാളി അയണോസ്ഫിയർ. ഓപ്ഷൻ എ, അയണോസ്ഫിയർ. തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗമാണ് എന്ത്? അയണോസ്ഫിയർ എന്ന് പറയുന്നത്. ഏകദേശം 100 മുതൽ 400 കിലോമീറ്റർ വരെയാണ് അയണോസ്ഫിയറിന്റെ ഉയരം. 80 മുതൽ 300 വരെ എന്നും പറയുന്നു. 100 മുതൽ 400 വരെ എന്നും പറയുന്നുണ്ട്. അയോണീകരണം നടക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് അയോണോസ്ഫിയർ എന്ന് പറയുന്നത്. അയണോസ്ഫിയറിനെ കുറിച്ച് സിദ്ധാന്തം രൂപീകരിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണെന്നറിയാമോ? അയണോസ്ഫിയറിനെ കുറിച്ച് സിദ്ധാന്തം രൂപീകരിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് SK മിത്ര.
എസ്.കെ. മിത്ര. അന്തരീക്ഷത്തിന്റെ മേൽപ്പാളിയെ പറ്റി ലോകത്ത് എഴുതപ്പെട്ട ആദ്യ ഗ്രന്ഥമാണ് ദ അപ്പർ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിന്റെ മേൽപ്പാളിയെ പറ്റി ലോകത്ത് എഴുതപ്പെട്ട ആദ്യ ഗ്രന്ഥമാണേത്? ദി അപ്പർ അറ്റ്മോസ്ഫിയർ. ദ അപ്പർ അറ്റ്മോസ്ഫിയർ എഴുതിയതാരാ? അത് എസ്.കെ. മിത്ര തന്നെയാണ്. ദ അപ്പർ അറ്റ്മോസ്ഫിയർ എഴുതിയത് എസ്.കെ. മിത്രയാണ്. 45-ാമത്തെ ക്വസ്റ്റ്യൻ, നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത്. നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സിഇഒയെ നിയമിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. ഓപ്ഷൻ ബി, പ്രധാനമന്ത്രി. നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെയും ഉപാധ്യക്ഷനെയും നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. നിലവിലെ സിഇഒ ആരാണ്? നീതി ആയോഗിന്റെ നിലവിലെ സിഇഒ ബി.വി.ആർ. സുബ്രഹ്മണ്യമാണ്. ബി.വി.ആർ. സുബ്രഹ്മണ്യം. നിലവിലെ ഉപാധ്യക്ഷൻ സുമൻ ബെറി. നീതി ആയോഗിന്റെ നിലവിലെ ഉപാധ്യക്ഷൻ സുമൻ ബെറി. അതുപോലെ നീതി ആയോഗിന്റെ നിലവിലെ സ്പെഷ്യൽ സെക്രട്ടറിയാണ് ഡോക്ടർ കെ രാജേശ്വര റാവു. സ്പെഷ്യൽ സെക്രട്ടറി ഡോക്ടർ കെ രാജേശ്വര റാവു ആണ്. 46-ാമത്തെ ക്വസ്റ്റ്യൻ, ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് 1098. ഓപ്ഷൻ സി, 1098. പിങ്ക് പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? പിങ്ക് പോലീസിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ 1515, 1515. പിങ്ക് പോലീസിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 1515. കേരള മുഖ്യമന്ത്രിയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ 107. കേരള മുഖ്യമന്ത്രിയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 107. സ്ത്രീകൾക്കും കുട്ടികൾക്കും സഹായം നൽകുന്നതിനുള്ള മിത്ര പദ്ധതിയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് 181, 181. മിത്ര പദ്ധതിയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 181, 181. മുതിർന്ന പൗരന്മാരുടെ അവകാശ സംരക്ഷണവും പ്രശ്ന പരിഹാരവും മുൻനിർത്തി കേരള സർക്കാർ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പറാണ് 14567. മുതിർന്ന പൗരന്മാരുടെ അവകാശ സംരക്ഷണവും പ്രശ്നപരിഹാരവും മുൻനിർത്തി കേരള സർക്കാർ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ ഏതാണ്? 14567. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 47-ാമത്തെ ക്വസ്റ്റ്യൻ, വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ്? വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ഓപ്ഷൻ സി, വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? കഞ്ഞിക്കൊയ്ത്ത്, മകരക്കൊയ്ത്ത്, മാമ്പഴം, കയ്പവല്ലരി, കണ്ണീർപ്പാടം, കുടിയൊഴിക്കൽ, വിട, സഹ്യന്റെ മകൻ, ശ്രീരേഖ, വിത്തും കൈക്കോട്ടും. ഇതൊക്കെ വൈലോപ്പിള്ളിയുടെ പ്രധാന കൃതികളാണ്. ഒന്നുകൂടെ പറയാം. കഞ്ഞിക്കൊയ്ത്ത്, മകരക്കൊയ്ത്ത്, മാമ്പഴം, കയ്പവല്ലരി, കണ്ണീർപ്പാടം, കുടിയൊഴിക്കൽ, വിട, സഹ്യന്റെ മകൻ, ശ്രീരേഖ, വിത്തും കൈക്കോട്ടും. 48-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ജൂൾ. ഊർജം അല്ലെ, ഊർജത്തിന്റെ യൂണിറ്റ് ജൂൾ. പിന്നെ എന്തിന്റെയൊക്കെ യൂണിറ്റ് ആണ് ജൂള്? താപത്തിന്റെ യൂണിറ്റ് ജൂളാണ്, പ്രവൃത്തിയുടെ യൂണിറ്റും ജൂളാണ്. അപ്പം ഊർജം, താപം, പ്രവൃത്തി എന്നിവയുടെ യൂണിറ്റ് എന്താണ്? ജൂള്. പവറിന്റെ യൂണിറ്റ് ആണ് ഏത്? വാട്ട് എന്ന് പറയുന്നത്. പവറിന്റെ യൂണിറ്റ് വാട്ട്. വൈദ്യുത പ്രവാഹത്തിന്റെ യൂണിറ്റ് ആണ് ആംബിയർ. പവർ വാട്ട്, വൈദ്യുത പ്രവാഹം ആംബിയർ. പൊട്ടൻഷ്യൽ വ്യത്യാസം എന്താണ്? അതിന്റെ യൂണിറ്റ് വോൾട്ട്. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് വോൾട്ട്. മർദ്ദത്തിന്റെ യൂണിറ്റ് പാസ്കൽ. ബലത്തിന്റെയും ഭാരത്തിന്റെയും യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ ആണ്. ബലത്തിന്റെയും ഭാരത്തിന്റെയും യൂണിറ്റ് ന്യൂട്ടൺ ആണ്. പിണ്ഡത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം. പിണ്ഡം അഥവാ മാസ് അല്ല, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം. 49-ാമത്തെ ക്വസ്റ്റ്യൻ, ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം. ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് തെലുങ്കാന. ഓപ്ഷൻ ഡി, തെലുങ്കാന. ആധാർ നിലവിൽ വന്ന എന്നാ?
2010 സെപ്റ്റംബർ 29-നാണ് ആധാർ നിലവിൽ വരുന്നത്. ആധാർ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്രയായിരുന്നു. കേരളത്തിൽ സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ആദ്യ പഞ്ചായത്ത് ഏതാ? കേരളത്തിൽ സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ആദ്യ പഞ്ചായത്തായിരുന്നു അമ്പലവയൽ, വയനാട് ജില്ലയിലെ അമ്പലവയൽ. 50-ാമത്തെ ക്വസ്റ്റ്യൻ. 2022 ഒക്ടോബർ 1-ന് ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത് എന്തിനാണ്? രാജ്യത്തെ 5G സേവനങ്ങൾക്കാണ് അദ്ദേഹം തുടക്കം കുറിച്ചത്. ഓപ്ഷൻ ബി. അപ്പൊ 5G സേവനങ്ങൾക്ക് തുടക്കം കുറിച്ചത് എന്നാണ്? 2022 ഒക്ടോബർ 1-ന്. ആരാണ് തുടക്കം കുറിച്ചത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിൽ. കേരളത്തിൽ ആദ്യമായിട്ട് 5G നിലവിൽ വന്ന നഗരം ഏതാ? കൊച്ചി. കേരളത്തിൽ ആദ്യമായിട്ട് 5G നിലവിൽ വന്ന നഗരം കൊച്ചിയാണ്. റിലയൻസ് ജിയോ ആണ് അത് ദാതാക്കള്. 51-ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ. ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ ആണ് പ്രചന്ദ്. ഓപ്ഷൻ എ പ്രചന്ദ്. നിലവിലെ വ്യോമസേന മേധാവി ആരാ? നിലവിലെ വ്യോമസേന മേധാവി വിവേക് റാം ചൗധരിയാണ്. ആരാണ്? വിവേക് റാം ചൗധരി. 2024 ജനുവരിയിൽ ഇന്ത്യ പരീക്ഷിച്ച മിസൈൽ ഏതാണെന്നറിയാമോ? 2024 ജനുവരിയിൽ ഇന്ത്യ പരീക്ഷിച്ച മിസൈൽ ആകാശ്. ഏതാണ്? ആകാശ്. 52-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി. വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടിയാണ് നൂറുമേനി. ഓപ്ഷൻ സി നൂറുമേനി. 1 മുതൽ 12-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ഓൺലൈൻ വിദ്യാഭ്യാസ പരിപാടിയാണ് എന്ത്? ഫസ്റ്റ് ബെൽ. ഫസ്റ്റ് ബെൽ സംപ്രേഷണം ചെയ്തത് വിക്ടേഴ്സ് ചാനലിലൂടെയായിരുന്നു. അപ്പൊ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടിയാണ് നൂറുമേനി എന്ന് പറയുന്നത്. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.